ഹലോ ഗുഡ് മോർണിംഗ്. നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ റിവിഷനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, വലിയ ഗഹനമായ ചിന്തിക്കേണ്ട വിഷയങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ വേഗം പറഞ്ഞു പോവാം. അപ്പോൾ ആദ്യമായിട്ട് ഇതിൽ ധാരാളം അബ്രിവിയേഷൻസ് ഉണ്ട്, അത് നമ്മൾക്കൊന്ന് പഠിക്കാം. അതിലൊന്ന് RCH. എന്താ RCH എന്ന് പറഞ്ഞാൽ റിപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ, അതാണ് RCHൻ്റെ ഫുൾ ഫോം. പിന്നെ വരുന്നത് CDRI. CDRI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹേലി എന്ന് പറയുന്ന ഓറൽ കോൺട്രാസെപ്റ്റീവ് നിർമ്മിച്ചിട്ടുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഏജൻസിയാണ് CDRI, സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേട്ടോ. അവരാണത് ഡെവലപ്പ് ചെയ്തത്. ഏത് സഹേലി എന്ന് പറയുന്ന ഓറൽ കോൺട്രാസെപ്റ്റീവ്. പിന്നെ MMR മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, മാതൃ മരണ നിരക്ക്. അതുപോലെ IMR എന്ന് പറഞ്ഞാൽ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ശിശു മരണ നിരക്ക്. ഇത് രണ്ടും വല്ലാതെ കുറഞ്ഞതിനാലാണ് നമ്മുടെ പോപ്പുലേഷൻ്റെ റേറ്റ് കൂടുന്നത്. പോപ്പുലേഷൻ കൂടാനുള്ളൊരു പ്രധാന കാരണം MMRഉം IMRഉം പെട്ടെന്ന് കുറഞ്ഞതാണ്. ഇനി MTP എന്ന് പറഞ്ഞാൽ എന്താ, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. STI എന്താ, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്. പഴയ ബുക്കിലൊക്കെ STD എന്നാണ് കൊടുത്തിരുന്നത്, അതാണെങ്കിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആണ്. ഇപ്പോഴത്തെ ബുക്കിലൊക്കെ STI എന്നാണ് കൊടുക്കുന്നത്. STI എന്ന് പറഞ്ഞാൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്. STDയുടെ മറ്റൊരു പേരാണ് VD, വെനറൽ ഡിസീസസ്. അതിൻ്റെ മറ്റൊരു പേരാണ് RTI. STI അല്ലെങ്കിൽ RTI അല്ലെങ്കിൽ VD ഒക്കെ ഒന്ന് തന്നെ. RTIയുടെ ഫോം എന്താ, റിപ്രൊഡക്റ്റീവ് ട്രാക്റ്റ് ഇൻഫെക്ഷൻസ്. ഇതാണ് റിപ്രൊഡക്റ്റീവ് ട്രാക്റ്റ് ഇൻഫെക്ഷൻസ്. 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും റിപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ 6 കണ്ടു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ റിപ്രൊഡക്റ്റീവ് എന്ന് കൊടുത്താൽ മതി കേട്ടോ. റിപ്രൊഡക്റ്റീവ് ട്രാക്റ്റ് ഇൻഫെക്ഷൻസ്. PID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ്. ART എന്താ, അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. ART എന്ന് പറഞ്ഞാൽ അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. അത് നമ്മൾ ഇൻഫെർട്ടിലിറ്റി ഉള്ള ആളുകൾക്ക് ചെയ്യുന്ന മെഡിക്കൽ അസിസ്റ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. അതാണ് ART, അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. IVF അറിയാം, എന്താ, ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. സ്പേം എഗ്ഗ് പുറത്തെടുത്തിട്ട് ഫെർട്ടിലൈസ് ചെയ്യുന്നു, ദാറ്റ് ഈസ് കോൾഡ്, പുറത്ത് വെച്ച് ഫെർട്ടിലൈസ് ചെയ്യുന്നു, ദാറ്റ് ഈസ് കോൾഡ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. ET എന്ന് പറഞ്ഞാൽ എന്താ, എംബ്രിയോ ട്രാൻസ്ഫർ. ഇങ്ങനെ നമ്മൾ ഫെർട്ടിലൈസ് ചെയ്ത എംബ്രിയോ അത് ഒന്നുകിൽ എന്താ ഓവിഡക്റ്റിലേക്ക്, ഫെലോപ്പിയൻ ട്യൂബിലേക്ക്, അല്ലെങ്കിൽ എന്താണ് യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, അതാണ് എംബ്രിയോ ട്രാൻസ്ഫർ. അത് നമ്മൾ ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൻ്റെ പേരാണ് സിഫ്റ്റ്, സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. എന്താ പേര്, സിഫ്റ്റ് കേട്ടോ. അത് യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ IUT എന്ന് പറഞ്ഞാൽ എന്താ, ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ. ഓക്കെ. ഇനി ഒരു ഫീമെയിലിന് എന്താണ്, എഗ്ഗില്ല. അപ്പോൾ നമ്മൾ ഡോണറിൽ നിന്ന് എഗ്ഗ് എടുത്തിട്ട് ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, അതിൻ്റെ പേരാണ് ഗിഫ്റ്റ്. എന്താ പേര്, ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഗ്യാമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. എന്താണ് ഗ്യാമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ഒരു ഫീമെയിലിന് എന്താണ്, എഗ്ഗില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഡോണറിൽ നിന്ന് എഗ്ഗ് കളക്ട് ചെയ്തിട്ട് ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതിൻ്റെ പേരാണ് ഗ്യാമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. അതിൻ്റെ പേരാണ് ഗിഫ്റ്റ് കേട്ടോ, ഗ്യാമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ഈ T വരുന്നതൊക്കെ ട്രാൻസ്ഫറാണ്, മിക്കവാറും T വരുന്നതൊക്കെ എന്താണ്, ട്രാൻസ്ഫറായിട്ട് മനസ്സിലാക്കുക കേട്ടോ. IUT, ഗിഫ്റ്റ്, സിഫ്റ്റ്. ഓക്കെ. ഇനി ICSI, ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. അതായത് നോർമലായിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ലെങ്കിൽ ആ എഗ്ഗിലേക്ക് സ്പേമിനെ നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പേരാണ് ICSI, ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. പിന്നെ വരുന്ന AI. ഇപ്പോൾ ഒരാൾക്ക് ഇൻസെമിനേഷൻ നടത്താൻ കഴിയുന്നുണ്ട്, പക്ഷേ അതിൻ്റെ എഫിഷ്യൻസി പോരാ, അല്ലെങ്കിൽ സ്പേംസ് മോട്ടൈലല്ല, അത്ര കണ്ട് മോട്ടൈലല്ല, മോട്ടിലിറ്റി കുറവാണ്. അങ്ങനെയൊക്കെയുള്ള കേസിലാണ് നമ്മൾ എന്ത് നടത്തുന്നത്, AI, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. അത് യൂട്രസിലേക്ക് നടത്തുമ്പോൾ അതിൻ്റെ പേരെന്താ, ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. യൂട്രസിലേക്ക് നടത്തുമ്പോൾ അതിൻ്റെ പേര് ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. സാധാരണ വജൈനയിലേക്കാണ് നടത്തുന്നത്. ഇനി കുറച്ചും കൂടി എന്താണ്, ഈ സ്പേമിൻ്റെ മോട്ടിലിറ്റിയൊക്കെ വളരെ തകരാറിലാണെങ്കിൽ നമ്മൾ യൂട്രസിലേക്ക് തന്നെ ഇഞ്ചെക്ട് ചെയ്യുക, അത് ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. ഇനി IUD അറിയാലോ, ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് കേട്ടോ. ഇനി നോക്കിക്കേ, നെയിം ദ ടെക്നിക്ക് ഓഫ് ട്രാൻസ്ഫറിങ് എംബ്രിയോ അപ് ടു 8 ബ്ലാസ്റ്റോമിയേഴ്സ് ഇൻ ടു ദ ഫെലോപ്പിയൻ ട്യൂബ്. നമ്മൾ IVF നടത്തുമ്പോൾ നമ്മൾ പുറത്ത് വെച്ച് ഫെർട്ടിലൈസേഷൻ നടന്നു,
അങ്ങനെ എംബ്രിയോ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 8 ബ്ലാസ്റ്റോമിയർ എത്തുന്ന അതുവരെയുള്ള സ്റ്റേജിൽ നമുക്ക് എവിടെ ഇത് നിക്ഷേപിച്ചാൽ മതി? ഫെല്ലോപ്പിയൻ ട്യൂബിൽ നിക്ഷേപിച്ചാൽ മതി അല്ലേ? കാരണം അവിടെ നിന്ന് അത് മൂവ് ചെയ്ത് എങ്ങോട്ട് പൊക്കോളും? ബ്ലാസ്റ്റോസിസ്റ്റിലേക്ക് പൊക്കോളും. ഓക്കെ, കാരണം ഫെല്ലോപ്പിയൻ ട്യൂബ് സീലിയേറ്റഡ് അല്ലേ? അങ്ങനെ നോർമലി അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫെല്ലോപ്പിയൻ ട്യൂബിലാണ് കൊടുക്കുന്നതെങ്കിൽ 8 ബ്ലാസ്റ്റോമിയർ വരെയുള്ള ഘട്ടത്തിലേ പറ്റുള്ളൂ. അതിന് നമ്മൾ പറയുന്ന പേരാണ് സിഫ്റ്റ് എന്ന് പറയും. എന്താ പേര്? സിഫ്റ്റ്. സിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സൈഗോട്ട് ഇൻട്രാ ഫെല്ലോപ്പിയൻ ട്രാൻസ്ഫർ. ഇനി അടുത്ത ചോദ്യം, എക്സ്പാൻഡ് ദ ഫോളോയിങ് അബ്രിവിയേഷൻ വിച്ച് ആർ കോമൺലി യൂസ് ഇൻ റിപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ART എന്ന അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. സിഫ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, സൈഗോട്ട് ഇൻട്രാ ഫെല്ലോപ്പിയൻ ട്രാൻസ്ഫർ. ഇനി സെലക്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫസ്റ്റ് 2 വേർഡ്സ് ആൻഡ് ഫിൽ ദ ബ്ലാങ്ക് സ്പേസ് എന്നാണ് കേട്ടോ, വിത്ത് സൂട്ടബിൾ വേർഡ്. സ്റ്റെറിലൈസേഷൻ ഇൻ മെയിൽ ഇൻ ദ വാസക്ടമി, സ്റ്റെറിലൈസേഷൻ ഇൻ ഫീമെയിൽ എന്ന ട്യൂബക്ടമി. വാസക്ടമി ട്യൂബക്ടമി നമുക്കറിയാമല്ലോ. എന്താണ് വാസക്ടമി ട്യൂബക്ടമി? അത് സ്റ്റെറിലൈസേഷൻ, അത് കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ്, സർജിക്കൽ മെത്തേഡാണ്. ഇവിടെ നോക്കി, ഇതാണ് വാസക്ടമി. വാസക്ടമിയിൽ നമ്മൾ വാസ് ഡിഫറൻസ് കട്ട് ചെയ്തു, ടൈ ചെയ്തു അല്ലേ, 2 സൈഡിലും. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന സ്പേം പുറത്തേക്ക് പോകില്ല. അപ്പോൾ പുറത്തേക്ക് സെമിനൽ പ്ലാസ്മ മാത്രമേ പോകുള്ളൂ, സ്പേം ഉണ്ടാവില്ല. സെമൻ എന്ന് പറയുന്നതിൽ സ്പേംസ് ഉണ്ടാവില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്. ഇനി ഒരിക്കലും ഈ ഇദ്ദേഹം സ്പേം പുറത്തേക്ക് വിടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വാസക്ടമിക്ക് നമ്മൾ പറയും എന്താണ്? സർജിക്കൽ മെത്തേഡ്, സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്നൊക്കെ പറയും കേട്ടോ. സർജറി ചെയ്തിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് സർജിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിലിൽ ആളെ എന്താണ് സ്റ്റെറൈൽ ആക്കാനുള്ള ടെക്നിക്കാണ് വാസക്ടമി. ഫീമെയിലിൽ അതിന് പറയുന്ന പേരാണ് ട്യൂബക്ടമി. ട്യൂബക്ടമിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഓവിഡക്റ്റ് അത് കട്ട് ചെയ്ത് ടൈ ചെയ്യുന്നു. മനസ്സിലായോ? അപ്പോൾ പിന്നെ ഇവിടുന്ന് വരുന്ന എഗ്ഗ് എവിടെ എത്തൂല? യൂട്രസിലേക്ക് വരില്ല. അതുപോലെ വജൈന യൂട്രസ് വഴി വരുന്ന സ്പേം ഈ എഗ്ഗിനെ മീറ്റ് ചെയ്യുന്നതും ഉണ്ടാവില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതും ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. കാരണം ഇനി ഇവർക്ക് ഒരിക്കലും കുട്ടികൾ ഉണ്ടാവില്ല. ഓക്കെ, സ്റ്റെറിലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്റ്റെറൈലാക്കുക, കുട്ടികളില്ലാത്ത അവസ്ഥയിലാക്കുക. അപ്പോൾ അതാണ് വാസക്ടമി, ട്യൂബക്ടമി. അപ്പോൾ മെയിലിലെ സ്റ്റെറിലൈസേഷൻ ടെക്നിക്ക് വാസക്ടമി ആണെങ്കിൽ ഫീമെയിലിൽ ട്യൂബക്ടമി. ഓക്കെ, ഇനി നമ്മൾ തിരിച്ചു വരിക. എന്താ നമ്മൾ പറഞ്ഞത്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അപ്പോൾ നാലാമത്തേതായിരുന്നു സെലക്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫസ്റ്റ് 2 വേർഡ്സ് ആൻഡ് ഫിൽ ദ ബ്ലാങ്ക് സ്പേസ് വിത്ത് സൂട്ടബിൾ. സ്റ്റെറിലൈസേഷൻ ഇൻ മെയിൽ വാസക്ടമി, സ്റ്റെറിലൈസേഷൻ ഇൻ ഫീമെയിൽ ട്യൂബക്ടമി. സെലക്ട് ദ ഓഡ് വൺ ആൻഡ് ജസ്റ്റിഫൈ യുവർ സെലക്ഷൻ. ദ മലേറിയ, ഗൊണേറിയ, അമീബിയാസിസ്, ഫൈലേറിയാസിസ്. ഗൊണേറിയ എന്ന് പറയുന്നത് ഒരു STI ആണ് അല്ലെങ്കിൽ STD ആണ്, ബാക്കിയൊക്കെ മറ്റ് ഡിസീസാണ്. അപ്പോൾ ഇതിൽ ഗൊണേറിയ മാത്രമാണ് STI. STI എന്ന് പറഞ്ഞാൽ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ. ഇനി ഡാഷ് ആൻഡ് ഡാഷ് ആർ 2 സർജിക്കൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് മെയിൽ ആൻഡ് ഫീമെയിൽ റെസ്പെക്റ്റീവ്. ഇത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇവരെ ഒന്ന് പ്രത്യേകം കരുതണം. ഏതൊക്കെയാണ്? മെയിലുള്ള സർജിക്കൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് വാസക്ടമി, ഫീമെയിലുള്ളത് ട്യൂബക്ടമി. ഇത് നമ്മളിപ്പോൾ 2-3 പ്രാവശ്യം കണ്ടു അല്ലേ? ഇത് പല പ്രാവശ്യം ചോദിച്ചുള്ള ചോദ്യങ്ങളാണ്, അതാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സ് ഓഫ് STD ഈസ് കംപ്ലീറ്റ്ലി ക്യൂറബിൾ? ക്യൂറബിൾ STDയുടെ പ്രത്യേകത എന്താ വെച്ചാൽ 3 തരത്തിൽ നമുക്ക് പഠിക്കണം. മൊത്തം STD എന്ന് പറഞ്ഞാൽ STI, മൊത്തം STI ഏതൊക്കെയാണ്? സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ 1. 2, സെക്ഷൽ ട്രാൻസ്മിഷൻ ഇൻ്റർകോഴ്സ് വഴി അല്ലാതെയും പകരുന്ന STDs ഏതൊക്കെയാണ്? ഓക്കെ, പിന്നെ കംപ്ലീറ്റ്ലി ക്യൂറബിൾ അല്ലാത്ത STDs ഏതൊക്കെയാണ്? മനസ്സിലായോ? അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആയിട്ടുള്ള ഏതാണെന്നാണ്. HIV, ഹെപ്പറ്റൈറ്റിസ് B കംപ്ലീറ്റ്ലി ക്യൂറബിൾ അല്ല. ഹെപ്പറ്റൈറ്റിസ് B ക്യൂറബിൾ അല്ല, പക്ഷെ ഗൊണേറിയ ക്യൂറബിളാണ്. ക്യൂറബിൾ എന്ന് പറഞ്ഞാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നത്. സിഫിലിസ്, ഗൊണേറിയ ക്യൂറബിളാണ്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ്ലി ക്യൂറബിൾ ഏതാ? സിഫിലിസ്, ഗൊണേറിയ. ക്ലമീഡിയാസിസ് ക്യൂറബിൾ ആണ്, പക്ഷേ ജെനൈറ്റൽ ഹെർപ്പസ് ക്യൂറബിൾ അല്ല. അപ്പോൾ ഇവിടെ ക്യൂറബിൾ ആയിട്ടുള്ളത്, ചികിത്സിച്ച് ഭേദമാക്കാവുന്നത് സിഫിലിസ്, ഗൊണേറിയ. അപ്പോൾ ഭേദമാക്കാൻ പറ്റാത്ത ഏതൊക്കെയെന്ന് വെച്ചാൽ HIV, ഹെപ്പറ്റൈറ്റിസ് B, അതുപോലെ ജെനൈറ്റൽ ഹെർപ്പസ്. അത് നമ്മൾ വേറെ പറയുന്നുണ്ട് കേട്ടോ. ക്യൂറബിൾ അല്ലാത്ത STIs അതൊക്കെ HIV, ഹെപ്പറ്റൈറ്റിസ് B, ജെനൈറ്റൽ ഹെർപ്പസ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ക്യൂറബിൾ ആയിട്ടുള്ള പെയർ ഏതാണെന്നാണ്. ഇനി അക്കോർഡിംഗ് ടു 2011 സെൻസസ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് വാസ് എന്താ ലെസ് ദാൻ 2% കേട്ടോ. 20 ഔട്ട് ഓഫ് 1000-ൽ 20 അങ്ങനെയാണ്, 2% വരുന്നത്. പിന്നെ 1 among the contraceptive method is peculiar. Find out one what is common among others. എന്താ? പീരിയോഡിക് അബ്സ്റ്റിനൻസ്, കോയിറ്റസ് ഇൻട്രപ്റ്റസ്, ലാക്ടേഷൻ, ലമിനോറിയ, IUD.
ഇതിൽ പീരിയോഡിക് അബ്സ്റ്റിനൻസ്, കോയിറ്റസ് ഇൻ്ററപ്റ്റസ്, ലാക്ടേഷൻ, അമിനോറിയ, ഇത് മൂന്നും എന്താണ്? നാച്ചുറൽ മെത്തേഡ്സ് ആണ്. IUD എന്ന് പറയുന്നത് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് ആണ്. അപ്പോൾ ഇവിടെ 2 ഉത്തരം കിട്ടി നമുക്ക് അല്ലേ. ഒന്ന് ഇതിൽ ഓഡ് വൺ ഏതാ? IUD. രണ്ടെന്താ? നാച്ചുറൽ മെത്തേഡ്സ് ആയിട്ടുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഏതൊക്കെയാണ്? പീരിയോഡിക് അബ്സ്റ്റിനൻസ്, കോയിറ്റസ് ഇൻ്ററപ്റ്റസ്, ലാക്ടേഷൻ, അമിനോറിയ. അതെന്താ നമ്മൾ പിന്നീട് പറയും കേട്ടോ. ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ഫ്രം ദ ഫോളോയിങ്, റൈറ്റ് ദ റീസൺ. എന്താ? കോപ്പർ T, കോപ്പർ 7, LNG20, മൾട്ടി ലോഡ് 375. ഇതിൽ ഓഡ് വൺ ഏതാണ് ചോദ്യം. ഈ കോപ്പർ T, കോപ്പർ 7, മൾട്ടി ലോഡ് 375 എന്ന് പറഞ്ഞാൽ കോപ്പർ റിലീസിങ് IUDs ആണ്. കോപ്പർ T, കോപ്പർ 7, മൾട്ടി ലോഡ് 375, മൂന്നും എന്താണ്? കോപ്പർ റിലീസിങ് IUDs ആണ്. LNG20 എന്ന് പറയുന്നത് ഹോർമോൺ റിലീസിങ് IUD ആണ്. LNG20 എന്ന് പറയുന്നത് എന്താണ്? ഹോർമോൺ റിലീസിങ് IUD ആണ്. ഓക്കെ, ഇനി നോക്കുക റിലേഷൻഷിപ്പ് നോക്കുക. ഫസ്റ്റ് 2 ടേംസ് എന്നിട്ട് പറയാം. പ്രൊജസ്റ്റിറോൺ, കോർപ്പസ് ലൂട്ടിയം അല്ലേ. HCG എന്താണ്? പ്ലസൻ്റ. അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്യാമീറ്റ്, സിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സൈഗോട്ട്. ഗിഫ്റ്റിൻ്റെ ഫുൾ ഫോം ഗ്യാമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ, സിഫ്റ്റിൻ്റെ ഫുൾ ഫോം സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആർ ഗിവൺ ബിലോ. പിക്ക് ദ ഓഡ് വൺ. ഏതൊക്കെയാണ്? കോപ്പർ T, സഹേലി, മൾട്ടി ലോഡ് 375, ലിപ്പസ് ലൂപ്പ്. ഈ കോപ്പർ T, മൾട്ടി ലോഡ് 375, ലിപ്പസ് ലൂപ്പൊക്കെ IUDs ആണ്. പക്ഷേ സഹേലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറൽ കോൺട്രാസെപ്റ്റീവ് ആണ്. അപ്പോൾ ഇതിൽ ഓഡ് വൺ ഏതാണ്? സഹേലി. കാരണം എന്താ? ഇറ്റ് ഈസ് ദ ഓറൽ കോൺട്രാസെപ്റ്റീവ്. ബാക്കിയൊക്കെ എന്താ? IUDs ആണ്. ഇനി ഡിഫറെൻറ്റ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആർ യൂസ് ടു കൺട്രോൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. സമ്മറൈസ് ദ നാച്ചുറൽ മെത്തേഡ് ആൻഡ് ബാരിയർ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ. അപ്പോൾ നാച്ചുറൽ മെത്തേഡ് വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് അവോയ്ഡിങ് ചാൻസസ് ഓഫ് ഓവം ആൻഡ് സ്പേംസ് മീറ്റിംഗ്. സ്പേമും എഗ്ഗും കണ്ടുമുട്ടാനുള്ള സാധ്യത ഒഴിവാക്കുക. ഇതാണ് നാച്ചുറൽ മെത്തേഡിൻ്റെ പ്രിൻസിപ്പിൾ. 3 പരിപാടികളാണുള്ളത്. ഒന്ന് പീരിയോഡിക് അബ്സ്റ്റിനൻസ്, 2 വിഡ്രോവൽ ഓർ കോയിറ്റസ് ഇൻ്ററപ്റ്റസ്, 3ാമത്തത് ലാക്ടേഷണൽ അമിനോറിയ. പീരിയോഡിക് അബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞാൽ ഫെർട്ടൈൽ പീരിയഡ് എന്ന് പറയുന്നത് 10 to 17 ഡേയ്സ് ഓഫ് ദി മെൻസ്ട്രൽ സൈക്കിൾ. അതായത് 10 തൊട്ട് 17 വരെ. നമുക്കറിയാം 14th ഡേയിലാണ് എഗ്ഗ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരാഴ്ച ആണ് എഗ്ഗ് റിലീസ് ചെയ്യാനുള്ള സാധ്യത ഉള്ളത്. 14th ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ആവറേജ് കണക്കാണ് കേട്ടോ. അപ്പോൾ 10 തൊട്ട് 17 ദിവസം അതിന് നമ്മൾ പറയും ഫെർട്ടൈൽ പീരീഡ് എന്ന് പറയും. എന്താ പറയുക? ഫെർട്ടൈൽ പീരീഡ്. ഈ ഫെർട്ടൈൽ പീരീഡ് കോയിറ്റസിൽ നിന്ന് വിട്ട് നിൽക്കുക. അപ്പോൾ എന്താണ് അവിടെ? എന്താണ്? ഫെർട്ടിലൈസേഷൻ നടക്കില്ല. കാരണം ആ ദിവസം നമ്മൾ ഈ പരിപാടി ഇൻ്റർകോഴ്സ് നടക്കുന്നില്ലല്ലോ. അപ്പോൾ എന്താണ്? സ്പെർം വരുന്നില്ല. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ, മെൻസ്ട്രേഷൻ ഇല്ലാത്ത ബാക്കിയുള്ള ദിവസങ്ങളിൽ കോയിറ്റസ് നടത്താം. അപ്പോൾ എന്തുണ്ടാവില്ല? ഫെർട്ടിലൈസേഷൻ നടക്കില്ല. ഇതിനെയാണ്. അപ്പോൾ ഈ ഫെർട്ടൈൽ പീരീഡ് വിട്ട് നിൽക്കുക. അതാണ് പീരിയോഡിക് അബ്സ്റ്റിനൻസ്. അബ്സ്റ്റൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വിട്ട് നിൽക്കുക എന്നർത്ഥം കേട്ടോ. അപ്പോൾ എന്താ പീരിയോഡിക് അബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞാൽ? വൺ സച്ച് മെത്തേഡ് ഇൻ വിച്ച് വൺ കപ്പിൾ അവോയ്ഡ് ഓർ അബ്സ്റ്റെയിൻ ഫ്രം കോയിറ്റസ് ഫ്രം ഡേ 10 to 17 ഓഫ് ദി മെൻസ്ട്രൽ സൈക്കിൾ ഓർ ഫെർട്ടൈൽ പീരിയഡ് വെൻ ഓവുലേഷൻ കുഡ് ബി എക്സ്പെക്റ്റഡ്. അപ്പോൾ നാച്ചുറൽ മെത്തേഡ്സിൽ ഫസ്റ്റ് വൺ എന്താ? പീരിയോഡിക് അബ്സ്റ്റിനൻസ്. സെക്കൻഡ് വൺ വിഡ്രോവൽ ഓർ കോയിറ്റസ് ഇൻ്ററപ്റ്റസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് മെയിൽ പാർട്ട്ണർ അല്ലേ. ഇവിടെ ഇത് നടക്കുമ്പോൾ, കോയിറ്റസ് നടക്കുമ്പോൾ ഇൻസെമിനേഷൻ നടക്കും. അപ്പോൾ ഇൻസെമിനേഷൻ നടക്കുന്നതിന് മുമ്പ് മെയിൽ പാർട്ട്ണർ അവരുടെ പീനീസ് പുറത്തേക്ക് വിഡ്രോ ചെയ്യാം എന്ന് പറഞ്ഞാൽ സ്പേം ഉള്ളിൽ പോകാതെ നോക്കുക, സെവൻ ഉള്ളിൽ പോകാതെ നോക്കുക എന്നുള്ളതാണ് കേട്ടോ. അതാണ് വിഡ്രോ ചെയ്യുക. അല്ലെങ്കിൽ കോയിറ്റസ് ഇൻട്രപ്റ്റസ് എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തുക. കോയിറ്റസ് നടക്കുന്നതിൻ്റെ ഇടയിൽ ഇത് ഊരുക. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് അനദർ മെത്തേഡ് ഇൻ വിച്ച് മെയിൽ പാർട്ട്ണർ വിഡ്രോസ് ഹിസ് പീനീസ് ഫ്രം ദി വിജൈന ജസ്റ്റ് ബിഫോർ ഇജാക്കുലേഷൻ സോ ആസ് ടു അവോയ്ഡ് ഇൻസെമിനേഷൻ. ഇനി തേർഡ് വൺ ലാക്ടേഷണൽ അമിനോറിയ. ദ ലാക്ടേഷണൽ അമിനോറിയ എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് മെനോറിയ എന്ന് പറഞ്ഞാൽ മെൻസ്ട്രേഷൻ, അമിനോറിയ എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് മെൻസ്ട്രേഷൻ. അതായത് ഫസ്റ്റ് എന്താണ്, കുട്ടി ജനിച്ചു കഴിഞ്ഞ് ഫസ്റ്റ് 6 months ഇൻറ്റൻസ് ലാക്ടേഷൻ, നല്ലപോലെ പാല് ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? ഓവുലേഷൻ നടക്കില്ല. അപ്പോൾ മെൻസ്ട്രേഷൻ നടക്കില്ല. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുക? കോയിറ്റസ് പോസിബിളാണ്, ഫെർട്ടിലൈസേഷൻ ഉണ്ടാവില്ല. അതാണ് ലാക്ടേഷണൽ അമിനോറിയ. അപ്പോൾ ലാക്ടേഷണൽ അമിനോറിയ എന്ന് പറഞ്ഞാൽ എന്താ? ആബ്സെൻസ് ഓഫ് മെൻസ്ട്രേഷൻ. ദിസ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ദ ഫാക്ട് ദാറ്റ് ഓവുലേഷൻ ആൻഡ് ദെയർഫോർ സൈക്കിൾ ഡു നോട്ട് ഒക്കർ ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഇൻറ്റൻസ് ലാക്ടേഷൻ ഫോളോയിങ് പാർച്ചുറേഷൻ. ഡെലിവറി കഴിഞ്ഞ ഉടനെയുള്ള 6 മാസം അവിടെ ഇൻറ്റൻസ് ലാക്ടേഷൻ നടക്കുകയാണെങ്കിൽ എന്ത് നടക്കില്ല? ഓവുലേഷൻ ഉണ്ടാവില്ല, അപ്പോൾ മെൻസ്ട്രേഷൻ ഉണ്ടാവില്ല. മനസ്സിലായോ?
അപ്പോൾ ആ സമയത്ത് എന്ത് നടത്താം? കോയിറ്റസ് നടത്താം. അപ്പോൾ ഇതാണ് 3 നാച്ചുറൽ മെത്തേഡ്. അതൊക്കെ പീരിയോഡിക് അബ്സ്റ്റിനൻസ്, വിത്ഡ്രോവൽ ഓർ കോയിറ്റസ് ഇൻറപ്റ്റസ് ആൻഡ് ലാക്ടേഷൻ, അമിനോറിയ. നെക്സ്റ്റ് വൺ ബാരിയർ മെത്തേഡ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ 5 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ 5 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാകുമ്പോൾ നല്ലോണം വിശദീകരിച്ച് തന്നെ എഴുതണം. നിങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ വിശദീകരിച്ച് എഴുതണം. അതിന് ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും മംഗ്ലീഷ് ആയാലും കുഴപ്പമില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കുടുങ്ങും, കാരണം മാർക്ക് കിട്ടില്ല. അപ്പോൾ ബാരിയർ മെത്തേഡ് എന്താ? ബാരിയർ മെത്തേഡ് അപ്പോൾ ആദ്യം മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് നമ്മൾ ഭാഷയിലാണ്ട് എഴുതത്രേ ഉള്ളൂ. ബാരിയർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓവൻ സ്പേംസ് ആർ പ്രിവെൻറ്റഡ് ഫ്രം ഫിസിക്കലി മീറ്റിംഗ് വിത്ത് ഹെൽപ്പ് ഓഫ് ബാരിയേഴ്സ്. അപ്പോൾ സ്പേമും എഗ്ഗും അവിടുന്ന് പോരുന്നുണ്ട്. ആദ്യത്തേൽ നാച്ചുറൽ മെത്തേഡിൽ ഇവർ ഒരിക്കലും കാണുന്ന പോലുമില്ല. രണ്ടുപേരും കണ്ടുമുട്ടാനുള്ള അവസരം ഉണ്ടാകുന്നേ ഇല്ല. ഇവിടെ അങ്ങനെയല്ല, രണ്ടുപേരും വരാം, പക്ഷേ ഫിസിക്കൽ മീറ്റിംഗ് നടക്കുന്നില്ല. രണ്ടുപേരും ഒരേ സമയത്ത് വരാം, പക്ഷെ ഫിസിക്കൽ മീറ്റിംഗ് നടക്കുന്നില്ല. നാച്ചുറൽ മെത്തേഡിൽ രണ്ടുപേരും 2 സമയത്താണ് വരുന്നത്, ഒരിക്കലും ഒരേ സമയത്ത് അവർ വരുന്നില്ല. ഓക്കെ, അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. അപ്പോൾ ബാരിയർ മെത്തേഡ്സിൽ ഓവംസ് ആൻഡ് സ്പേംസ് ആർ പ്രിവെൻറ്റഡ് ഫ്രം ഫിസിക്കലി മീറ്റിംഗ് വിത്ത് ഹെൽപ്പ് ഓഫ് ബാരിയേഴ്സ്. ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ. അതിൽ നമുക്കറിയാം, ഒന്ന് കോണ്ടംസ് ഉണ്ട്, മെയിൽ കോണ്ടംസ് ഉണ്ട്, ഫീമെയിൽ കോണ്ടംസ് ഉണ്ട്, അത്രയും പറഞ്ഞാൽ മതി അല്ലേ. ദിസ് ക്യാൻ പ്രിവെൻറ്റ് കൺസെപ്ഷൻ. പിന്നെ ഡയഫ്രം, സെർവൈക്കൽ ക്യാപ്പ്, വോൾട്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർവിക്സിൽ വെച്ച് കൊടുക്കുന്ന ചില അടപ്പുകൾ, മൂടികൾ പോലെയുള്ള സ്ട്രക്ചേഴ്സ്, അതാണ് ഡയഫ്രംസ്, സെർവൈക്കൽ ക്യാപ്സ്, വോൾട്ട്. അതാണ് ബാരിയർ മെത്തേഡ്. ബാരിയർ മെത്തേഡിൽ മെയിൽ കോണ്ടംസ് ഉണ്ട്, ഫീമെയിൽ കോണ്ടംസ് ഉണ്ട്, ഡയഫ്രം. ഇനി ബാരിയർ മെത്തേഡിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ STD എന്ന് പ്രിവെൻറ്റ് ചെയ്യും. STI, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ, അതിൽ നിന്ന് ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13 നോക്കുക കേട്ടോ. Amniocentesis for sex determination is banned in our country. Is this ban necessary? Why? Comment on the use of amniocentesis. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. 3 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഒന്ന്, അമ്നിയോസിന്തസിസ് നമ്മുടെ നാട്ടിൽ നിരോധിച്ചിട്ടില്ല. പിന്നെ എന്താ നിരോധിച്ചേക്കണേ? സെക്സ് ഡിറ്റർമിനേഷൻ ബൈ അമ്നിയോസിന്തസിസ് ആണ് ബാൻ ചെയ്തിട്ടുള്ളത്. ഇത് നെസസറി ആണോ? അപ്പോൾ യെസ്. എന്തുകൊണ്ട്? എന്താ? സ്റ്റാറ്റ്യൂട്ടറി ബാൻ എന്ന് പറഞ്ഞാൽ നിയമപ്രകാരമുള്ള നിരോധനം ഓൺ അമ്നിയോസിന്തസിസ് ഫോർ സെക്സ് ഡിറ്റർമിനേഷൻ ടു ലീഗലി ചെക്ക് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഫീമെയിൽ ഫീറ്റിസൈഡ്സ്. ശരിക്കും അമ്നിയോസിന്തസിസ് എന്തിനുള്ളതാണ്? അമ്നിയോസിന്തസിസ്, സം ഓഫ് ദി അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഡെവലപ്പിംഗ് ഫീറ്റസ് ഇസ് ടേക്കൺ to analyze the fetal cells and dissolved substances. This procedure is used to test for the presence of certain genetic disorders such as Down syndrome, hemophilia, sickle cell anemia, etc. Determine the survival of the fetus. അപ്പോൾ കുട്ടിക്ക് വല്ല ജനറ്റിക് ഡിസോർഡേഴ്സും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എടുത്തിട്ട് അതിൻ്റെ ക്രോമസോം പാറ്റേൺ ടെസ്റ്റ് ചെയ്യുന്ന രീതിയാണ് അമ്നിയോസെൻറ്റസിസ്. അപ്പോൾ ശരിക്കും അത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നുണ്ട്? ജനറ്റിക് ഡിസോർഡർ ഉണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ചില ആളുകൾ അത് സെക്സ് ഡിറ്റർമിനേഷൻ, XX ക്രോമസോമാണോ XY ക്രോമസോമാണോ, XX ആണെങ്കിൽ ഫീമെയിലാണ്. അപ്പോൾ ഫീമെയിൽ ആണെങ്കിൽ അവിടെ വെച്ച് തന്നെ അതിനെ തട്ടിക്കളയുന്നു. ദാറ്റ് ഈസ് കോൾഡ് ഫീമെയിൽ ഫീറ്റിസൈഡ്, കൊന്നുകളയുന്നു. മനസ്സിലായോ? ഫീറ്റിസൈഡ് എന്ന് പറഞ്ഞാൽ ടു കിൽ, ഫീമെയിൽ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നിയമപ്രകാരം സെക്സ് ഡിറ്റർമിനേഷൻ, അമ്നിയോസിന്തസിസ് ഫോർ സെക്സ് ഡിറ്റർമിനേഷൻ ബാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അമ്നിയോസെൻറ്റസിസ്. അത് കൃത്യമായി പഠിച്ചു വെക്കുക, മനസ്സിലാക്കി വെക്കുക കേട്ടോ. നെക്സ്റ്റ് നോക്കാം. നിയർലി 45 to 50 million MTPs ആർ പെർഫോംഡ് ഇൻ എ ഇയർ ഓൾ ഓവർ ദി വേൾഡ്, വിച്ച് അക്കൗണ്ട്സ് 1/5 ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് കൺസീവ്ഡ് പ്രഗ്നൻസീസ് ഇൻ എ ഇയർ. ഈ 3 മാർക്കിൻ്റെ ചോദ്യം 5 മാർക്കിൻ്റെ ചോദ്യമൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രത്യേകം പഠിച്ചു വെക്കുക കേട്ടോ. വാട്ട് ഈസ് MTP? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, അതാണ് അതിൻ്റെ ഫുൾ ഫോം. സംഭവം എന്താ? ഇൻറ്റൻഷണൽ ഓർ വളണ്ടറി ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ഇപ്പോൾ ഒരു ഫീമെയിൽ പ്രഗ്നൻ്റ് ആയി ഫസ്റ്റ് മന്തിൽ തന്നെ, അത് എന്തെങ്കിലും റേപ്പ് മുഖേനയോ അല്ലെങ്കിൽ വേറെ നമുക്ക് സുഖമില്ല, ഇപ്പം അമ്മയ്ക്ക് സുഖമില്ല അല്ലെങ്കിൽ കുട്ടി ജനറ്റിക് ഡിസോർഡർ ഉണ്ട്, ഇങ്ങനെയൊക്കെ വരുന്ന കേസിൽ നമുക്ക് തന്നെ കരുതി കുട്ടി എന്ത് ചെയ്യാം? അത് അബോർട്ട് ചെയ്ത് കളയാം. അതിൻ്റെ പേരാണ് ഇൻറ്റൻഷണൽ ഓർ വളണ്ടറി ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ബിഫോർ ഫുൾ ടൈം. അത് 9 മാസം എത്തുന്നതിന് മുമ്പ് തന്നെ, അത് ഫസ്റ്റ് 3 months തന്നെ ചെയ്യണം കേട്ടോ. ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് അബോർഷൻ അല്ലെങ്കിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. അപ്പോൾ MTP എന്ന് പറഞ്ഞാൽ എന്താ? ഇൻറ്റൻഷണൽ ഓർ വളണ്ടറി. വളണ്ടറി എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വന്തം താല്പര്യപ്രകാരം. ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി നിർത്തുക കേട്ടോ. പ്രസവം നിർത്തലല്ല, ആ പ്രഗ്നൻസി പീരിയഡ് അത് എന്ത് ചെയ്യുക? നമ്മളവിടെ വെച്ച് തന്നെ നിർത്തുക, അല്ലെങ്കിൽ കുട്ടി അബോർട്ട് ചെയ്യാം. ഓക്കെ,
ബിഫോർ ഫുൾ ടൈം ഈസ് കോൾഡ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ഓർ ഇൻഡ്യൂസ്ഡ് അബോർഷൻ. ഇനി MTP എപ്പോഴാണ് റിലേറ്റീവ്ലി സേഫ് ആയിട്ടുള്ളത്? എപ്പോഴാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ അപ് ടു 12 വീക്സ് ഓഫ് പ്രഗ്നൻസി. സെക്കൻഡ് ട്രൈമസ്റ്റർ അബോർഷൻസ് ആർ മച്ച് റിസ്കിയർ അല്ലേ? ഇനി മെൻഷൻ ദ കണ്ടീഷൻ വെയർ MTP ഈസ് നീഡഡ്. എപ്പോഴൊക്കെയാണ് നമ്മൾ MTP നടത്തേണ്ടത് അല്ലെങ്കിൽ നടത്തേണ്ടി വരുന്നത് എപ്പോഴൊക്കെയാണ്? ഒന്ന്, ടു ഗെറ്റ് റിഡ് ഓഫ് അൺവാണ്ടഡ് പ്രഗ്നൻസീസ് എയ്തർ ഡ്യൂ ടു കാഷ്വൽ അൺപ്രൊട്ടക്ട് ഇൻ്റർകോഴ്സ്. പറഞ്ഞല്ലോ നമ്മൾ ഇതൊക്കെ ഇത് ചെയ്തു എന്നിട്ടും എന്താ ഇയാൾ പ്രഗ്നൻ്റായി ആ കേസിൽ, അല്ലെങ്കിൽ ഫെയിലിയർ ഓഫ് ദി കോൺട്രാസെപ്റ്റീവ് യൂസ്ഡ് ഡ്യൂറിങ് കോയിറ്റസ്, അല്ലെങ്കിൽ റേപ്സ്, എന്താണ് റേപ്പൊക്കെ നടന്ന സിറ്റുവേഷനിലൊക്കെയാണ് ഇത് ചെയ്യുന്നത്. കേസസ് വെയർ കണ്ടിന്യൂഷൻ ഓഫ് പ്രഗ്നൻസി കുഡ് ബി ഹാംഫുൾ. ഇപ്പോൾ പ്രഗ്നൻ്റായി നോർമലൊക്കെ ആയി പിന്നീടാണ് മനസ്സിലായി എന്താണ് അമ്മയ്ക്ക് എന്തോ ഹാർട്ട് ഡിസീസ് ഉണ്ട്, അപ്പോൾ അത് കൂടുതൽ കൊണ്ടുപോകാൻ കഴിയില്ല, അല്ലെങ്കിൽ കുട്ടിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസുകളിലും എന്താണ് ഇത് നടത്താം. കേസസ് വെയർ കണ്ടിന്യൂഷൻ ഓഫ് ദി പ്രഗ്നൻസി കുഡ് ബി ഹാംഫുൾ or even fatal either to the mother or to the fetus or both. പിന്നെ മെജോറിറ്റി, അതിൻ്റെ ഡിമെറിറ്റ് എന്താ? മെജോറിറ്റി ഓഫ് MTPs ആർ പെർഫോംഡ് ഇല്ലീഗലി ബൈ അൺക്വാളിഫൈഡ് കോക്സ് വിച്ച് ആർ നോട്ട് ഓൺലി അൺസേഫ് ബട്ട് കുഡ് ബി ഫേറ്റൽ ടു. അതായത് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല MTPs നടത്തുന്നത് ക്വാളിഫൈ ചെയ്ത ആളുകളല്ല അല്ലേ? പിന്നെന്താണ്, അതുകൊണ്ട് എന്താണ് ചിലപ്പോൾ കുട്ടി മാത്രമല്ല അമ്മയ്ക്കും മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത് അനദർ ഡേഞ്ചറസ് ട്രെൻഡ്. അപ്പോൾ 2 ഡിമെറിറ്റ്സ് ആണ് പറയുന്നത് കേട്ടോ. ഒന്ന്, മിസ്യൂസ് ഓഫ് അമ്നിയോസിൻഡസിസ് അല്ലേ? സെക്സ് ഡിറ്റർമിനേഷൻ വഴി നമ്മൾ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ MTP വഴി ഫീമെയിലിനെ തട്ടിക്കളയുന്നു. മനസ്സിലായോ? അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് അതിൽ ഡിമെറിറ്റ് ആയിട്ട് നമുക്ക് പറയേണ്ടത്. ഒന്ന്, ക്വാളിഫൈഡ് ആളുകളല്ല അത് ചെയ്യുന്നത്, അതുകൊണ്ട് അൺസേഫാണ്. ചിലപ്പോൾ അമ്മയ്ക്ക് വരെ ഫേറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. 2, അമ്നിയോസിൻഡസിസ് വഴി ഇത് കുട്ടിയെ കണ്ടെത്തി മെയിലാണോ ഫീമെയിലാണോ നോക്കിയിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നു, കുട്ടിയെ തട്ടിക്കളയുന്നു. അതും ഒരു പ്രശ്നമായിട്ട് നമുക്കിതിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും അവിടെ നിൽക്കട്ടെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ.